ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ ചാൻസലറായ ഗവർണർ നിയമിച്ചു എന്ന വാർത്തയാണ്. ഡിജിറ്റലിൽ ഡോക്ടർ സജി ഗോപിനാഥ്, ഒപ്പം തന്നെ സാങ്കേതിക യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സീസ തോമസ് എന്നിവരാണ് ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിസിമാരെ നിയമിച്ച് കേരള ലോക് ഭവൻ ഉത്തരവ് ഇറക്കിയത്. സുപ്രീം കോടതി നേരിട്ട് വിസിമാരെ നിയമിക്കും എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഗവർണർ ഒടുവിലൊരു സമവായത്തിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചതെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതി ഇന്ന് നേരിട്ട് വിസിമാരെ നിയമിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ ഗവർണർ ഒരു സമവായത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണോ രണ്ട് സർവകലാശാലകളിൽ, ഡിജിറ്റലിലും സാങ്കേതിക സർവകലാശാലകളിലും സ്ഥിരം വിസി നിയമനം ഉണ്ടായത്? തീർച്ചയായും. വെരി ഗുഡ് മോർണിംഗ് മനു. നേരത്തെ മനു തന്നെ മുഖവരയായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ്. കാരണം അനിശ്ചിതത്വം തുടരുകയായിരുന്നു. കേരളത്തിൻ്റെ ഗവർണർ തുടർച്ചയായി നടത്തിയ പിടിവാശി, ഈ പറഞ്ഞ നിയമവും ഭരണഘടനാപരമായി സർക്കാരിൽ അവകാശപ്പെട്ടത് ഇത് തീരുമാനിക്കേണ്ട ചുമതലയുള്ളപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഗവർണർ കടുംപിടുത്തം തുടരുകയായിരുന്നു. നേരത്തെ തന്നെ കേരളത്തിലെ സർവകലാശാലയുടെ ബന്ധപ്പെട്ട അക്കാദമിക് വിഷയങ്ങളിലും മറ്റ് ഭരണനിർവഹണ വിഷയങ്ങളിലും സ്വയംഭരണാവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഗവർണർ നേരത്തെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും തുടർച്ചയായി ഇപ്പോൾ ആർലേക്കർ നടത്തുന്ന സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ്. നിരന്തരം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, സമീപനങ്ങളും ഒക്കെ തന്നെ. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലെ പിടിവാശിയും ഉണ്ടായില്ല. സർക്കാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ നിയമവിധേയമായി നടപ്പിലാക്കേണ്ട സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ചുമതല മാത്രമാണ് സർക്കാർ ചെയ്തത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ നിയമമന്ത്രിയും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ നിരന്തരം ഇക്കാര്യങ്ങളിൽ ഗവർണറുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിയമമന്ത്രിയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച അടക്കം നടത്തിയിരുന്നു. അപ്പോഴും ഗവർണർ ഇക്കാര്യത്തിൽ വഴങ്ങിയില്ല. തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു ദിവസത്തിന് മുൻപാണ് ഗവർണർ തിരുവനന്തപുരത്തിൻ്റെ പൊതുപരിപാടിയിൽ നേരത്തെ തന്നെ മനു ഈ മുഖവരയായി വായിച്ച ഭാഗത്തിൽ പറയുന്നത് പോലെ തന്നെ സുപ്രീം കോടതി പ്രത്യേക സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഗത്യന്തരമില്ലാത്ത സെർച്ച് കമ്മിറ്റി കാര്യങ്ങൾ ഇന്ന് സെർച്ച് കമ്മിറ്റിയുടെ പട്ടിക ഇന്ന് നൽകേണ്ട തീയതിയായിരുന്നു. ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുൻഗണനാക്രമം തീരുമാനിച്ച് സുധാംശു ധൂലിയ തന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ കോടതി തുടർവാദം കേൾക്കുകയും അന്തിമമായി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിയമനം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. കാരണം ഒരു കോടതി കേരളത്തിൻ്റെ ഒരു സർവകലാശാലയുടെ രാജ്യത്ത് തന്നെ സർവകലാശാലയുടെ നിയമനങ്ങളിൽ സുപ്രീം കോടതി തന്നെ ആത്യന്തികമായി പ്രഖ്യാപനം നടത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഗവർണറാണ്. എന്നിട്ടും അദ്ദേഹം ഗവർണർ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ വിമർശനമുണ്ടാക്കി. തൻ്റെ അവകാശമാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്തിനിടപെടുന്നു എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം. രാജ്യത്ത് തന്നെ ഒരു ഗവർണർ സുപ്രീം കോടതി ആദരണീയമായ ഈ ബഹുമാന്യമായ സുപ്രീം കോടതിയെ തന്നെ ആ നിയമപരമായ നടപടിയെ തന്നെ ചോദ്യം ചെയ്യുകയും മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ കോടതി എടുക്കേണ്ട തീരുമാനത്തെ സംബന്ധിച്ച് ഇത് കോടതി നിയമപരമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും ഈ തീരുമാനമാണ് നടപ്പിലാക്കേണ്ടതെന്ന ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും കോടതിയിൽ പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ നിർബന്ധിതമായി എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് ഗവർണറുടെ ഓഫീസ് ഈ രണ്ട് ഡിജിറ്റൽ സർവകലാശാലയിലും ഈ സാങ്കേതിക സർവകലാശാലയിൽ രണ്ട് വിസിമാരെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. മനു സൂചിപ്പിച്ചവർ രണ്ടുപേരുടെ പേര് ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ ഉത്തരവും പുറപ്പെടുവിച്ചു. ഇനി രണ്ടുപേര് ഇന്ന് ചുമതല ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സീസ തോമസ് നേരത്തെ തന്നെ രണ്ട് സർവകലാശാലയുടെയും താൽക്കാലിക ചുമതല വഹിച്ച ആളാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഈ കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതല അടക്കം അവർക്ക് ഇടക്കാലത്ത് നൽകിയിരുന്നു. അത് കേരള സർവകലാശാലയിലെ നടന്ന സിൻഡിക്കേറ്റ് യോഗം ഹൈക്കോടതിയിലേക്ക് പോയത്, ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരം വിഷയങ്ങളിലൊക്കെ വിവാദമായിട്ടുള്ള സിസയെ അടക്കം തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇപ്പോൾ നൃപൻ പറഞ്ഞതുപോലെ സുപ്രീം കോടതി അടക്കം ഗവർണർ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഇന്ന് ആ കേസ് പരിഗണിക്കുമ്പോൾ അതൊക്കെ കോടതി പരിഗണിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ പ്രശ്നം ഒരു തീർപ്പിലേക്ക് ചാൻസലർ എത്തിച്ചത്? തീർച്ചയായും. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇടപെടേണ്ടി വന്നത്, സുപ്രീം കോടതി വരെ എന്തുകൊണ്ടാണ് എത്തിയത്, അത് സുപ്രീം കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ സുധാംശു ധൂലിയെ ചുമതലപ്പെടുത്തിയത്, അത് ധൂലിയ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഈ വിസിമാരുടെ കാര്യത്തിൽ മുൻഗണനാക്രമത്തിനിടത്തിൽ 1, 2 എന്ന പേര് നിർദ്ദേശിച്ച് സുപ്രീം കോടതി അംഗീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. ഒപ്പമാണ് അത് ഏറെക്കുറെ ഗവർണർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പൊതുപ്രസ്താവന, അതായത് പൊതുയോഗത്തിൽ അത്
മുൻ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ ഗവർണറും സുപ്രീം കോടതി സംസ്ഥാനത്തെ ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരും മജിസ്ട്രേറ്റുമാരും ഒക്കെയുള്ള ജസ്റ്റിസുമാരും അടക്കം ഇരുന്ന ഒരു വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വിമർശനം നടത്തുന്നത്. സ്വാഭാവികമായൊരു പൊതുചടങ്ങിലാണ് ഗവർണർ പദവിയിലിരുന്ന് അങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ പ്രത്യേകിച്ച് നിയമ വഴിയിൽ കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗവർണർക്ക് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കഴിയുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായി ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ നാം കണ്ടതാണ്. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഈ ആദരണീയമായ കോടതികളെ ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ ഗവർണർ പദവിയേക്കത്തിന് തുടർച്ചയായി അവർ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അർലേക്കറിന് ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിക്കാനുള്ള ധൈര്യം കിട്ടിയത്? അത് കേന്ദ്ര സർക്കാർ നൽകുന്ന രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കൊണ്ട് തന്നെയാണ്. കാരണം കേരളത്തിൽ മുമ്പ് നടന്ന SFI അടക്കം വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അധ്യാപകരും നടത്തിയിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട്. അത് സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തെ ഗവർണർ കൈകടത്തുന്നതാണ്. അത് സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ നടന്ന വിഷയങ്ങളറിയാം. ആരിഫ് മുഹമ്മദ് ഖാൻ നടുറോഡിലിരുന്ന് പ്രതിഷേധിക്കുകയും അമിത്ഷായെ വിളിക്കൂ, പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെയൊക്കെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പരമാവധി സംഘർഷഭരിതമാക്കുകയും മലീമസമാക്കുകയും അങ്ങനെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുക എന്ന ലക്ഷ്യം തന്നെയാണ് തുടർച്ചയായി വരുന്ന ഗവർണർമാർക്കുള്ളത്. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നത്? ഒന്ന്, അവരുടെ സംഘപരിവാർ അജണ്ട കേന്ദ്ര സർക്കാരിൻ്റെ പ്രീതിക്ക് പാത്രമായി അത് നടപ്പിലാക്കുക. അതിനെ സർക്കാർ നിയമപരമായ നടപടി, അത് കോടതിയെ സമീപിക്കുന്നു. ഒപ്പം തന്നെ നിയമപരമായി ആദ്യഘട്ടത്തിൽ ഗവർണർ പറഞ്ഞത് നേരിട്ട് വന്ന് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞതാണ്, നേരിട്ട് വന്ന് എന്തുകൊണ്ട് മന്ത്രിമാർ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നില്ല? മന്ത്രിമാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയും നിയമപരമായ കാര്യങ്ങൾ, അതൊരിക്കലും വ്യക്തിപരമായ അപേക്ഷയല്ല, ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം മന്ത്രിസഭ എടുത്ത തീരുമാനപ്രകാരം എടുത്ത കാര്യങ്ങൾ ഗവർണറെ അറിയിക്കുകയായിരുന്നു. ഒപ്പം തന്നെ അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വന്നില്ല എന്നടുത്ത് അത് അനൗദ്യോഗികമായി വരുന്ന വിവരമാണ്. എന്തുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്ന ചോദ്യം അന്ന് ഗവർണർ ചോദിച്ചു എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ പിടിവാശിക്ക് വേണ്ടി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ പദവികളെ ദുരുപയോഗം ചെയ്യുന്ന ഗവർണർമാരുടെ ഒരു പരമ്പരയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളത്. BJP ഇതര സർക്കാർ ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും സമാനമായ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവസാനം സുപ്രീം കോടതിയിലേക്ക് കേസ് പോവുകയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ വയ്ക്കുകയും ആ സെർച്ച് കമ്മിറ്റി തന്നെ ഒരാളെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ വരുന്നു. തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗവർണർ പരസ്യമായി സുപ്രീം കോടതി വിമർശിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഇത് കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിരൂക്ഷമായ വിമർശനം സ്വാഭാവികമായി ഗവർണർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഗവർണർക്ക് നേരിടുന്ന, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം സമീപനങ്ങൾക്ക് നേരിടുന്ന വലിയ തിരിച്ചടിയായി വായിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് സുപ്രീം കോടതി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലാകമാനം അത് ചർച്ച ചെയ്യപ്പെടുമെന്ന സൂചന കൂടി ഗവർണർക്കും പ്രത്യേകിച്ച് BJP കേന്ദ്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവർണർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. ഈ രണ്ട് സർവകലാശാലയിലും പുതിയ VC-മാർ വരുന്നു. താൽക്കാലികമായി സംഘർഷത്തിന് അയവ് വരുന്നു എന്ന് പറയാം. പക്ഷേ BJP സംഘപരിവാർ ആയതുകൊണ്ട് അവർ വിഷയാടിസ്ഥാനത്തിൽ എടുക്കുന്ന സമീപനം മാത്രമായിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശയപരമായി തന്നെ ഒരു നിർദ്ദേശമുണ്ട്. അത് സ്വാഭാവികമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സംഘർഷഭരിതമാക്കി അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് തന്നെയായിരിക്കും. അത് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഇപ്പോൾ താൽക്കാലികമായി ഈ വിഷയത്തിന് പരിഹാരമായി എന്ന് പറയാം. പക്ഷേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ പിടിവാശി കാണിച്ചതെന്ന കാര്യം അത് ഗവർണറുടെ ഓഫീസും BJP കേന്ദ്രങ്ങളും ഇക്കാര്യത്തിൽ വിശദമാക്കേണ്ടതാണ്. പക്ഷേ അവസാനം സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി P. രാജീവ് പറഞ്ഞത് ഈ സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി വെച്ച് ഈ സുധാംശു ധൂലിയെ തീരുമാനിക്കുമ്പോൾ ഗവർണർ പറഞ്ഞ അഭിപ്രായമല്ല, സർക്കാർ വളരെ ക്രിയാത്മകമായിട്ടാണ്, പോസിറ്റീവായിട്ടാണ് എന്നെ കണ്ടത്. സർക്കാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലെ പിടിവാശി സർക്കാരിനില്ല. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഇക്കാര്യത്തിൽ യോഗ്യരായവരെ ആ പദവിയിൽ കൊണ്ടുവരത്തെ. ആരെ തീരുമാനിച്ചിരുന്നാലും സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നാലും സംസ്ഥാന സർക്കാർ അതിനെ അംഗീകരിക്കും. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, 2 VC-മാരില്ലാതെ 2 സർവകലാശാല ഒഴിഞ്ഞുകിടക്കുന്ന സംഘർഷഭരിതമായ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ പരിഹാരം കാണുക എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച മുൻഗണന. അത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഈ കോടതിയിൽ ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സെർച്ച് കമ്മിറ്റി ഇങ്ങനെ കേരളത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചുവെന്നും ഗവർണർ ഇങ്ങനെ പട്ടിക പുറത്തിറക്കിയെന്നും ഗവർണർമാർ VC-മാർ ഈ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി കോടതിയെ അറിയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെയാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായ അനിശ്ചിതത്വം സംബന്ധിച്ച് കോടതി എന്ത് നിലപാട് സ്വീകരിക്കും, അതോ നിയമപരമായ മറ്റ് സംഘർഷങ്ങൾ ഒഴിവാക്കി പ്രശ്നം പരിഹരിച്ചു എന്ന കാര്യം കോടതി അംഗീകരിക്കും എന്ന കാര്യം നാളെയാണ് അറിയാൻ കഴിയുക. മനു.
ശരി, ഓക്കെ, താങ്ക് യു നിർമ്മനാണ് തിരുവനന്തപുരത്ത് ഇനി സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും 2 സർവകലാശാലകളിൽ ഡിജിറ്റൽ ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലകൾ അവിടെ സ്ഥിരം VC-മാരെ നിയമിച്ച് ചാൻസലറായ ഗവർണർ ഉത്തരവ് നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി നേരിട്ട് ഇടപെടുന്നു, VC നിയമനത്തിലേക്ക് സുപ്രീം കോടതി നേരിട്ട് കടക്കുന്നു എന്ന നിർണായക ഘട്ടം വന്നപ്പോഴാണ് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ ചാൻസലർക്ക് ഈ നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതി നൽകിയ നിർദ്ദേശങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഇടപെടലുകൾ വന്നത്. എന്തായിരുന്നു സുപ്രീം കോടതി സുധാംശു ധൂലിയ കമ്മിറ്റി നിയോഗിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്? ഈ സെർച്ച് കമ്മിറ്റി പേരുകൾ മുഖ്യമന്ത്രിക്ക് നൽകും, മുഖ്യമന്ത്രി അതിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവർണർക്ക് നൽകും, അതിൽ ഗവർണർ നിയമന ഉത്തരവ് നൽകണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ ഗവർണർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിൽ സത്യവാങ്മൂലം ആ രീതിക്ക് നൽകുകയും ചെയ്തു എന്ന് മാത്രമല്ല സുപ്രീം കോടതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് കോടതിയിൽ തിരിച്ചടിയാകും എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് മറ്റു മാർഗങ്ങളില്ലാതെ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്നലെ നിയമന അധികാരി എന്ന നിലയിൽ ഈ നിയമനങ്ങൾ നടത്തിയത്. ഏതായാലും കോടതി അത് നാളെ അറിയിക്കും. അപ്പോൾ കോടതിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റും. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് നിർമ്മൻ നൽകിയത്.